ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ A.N. ഷംസീർ പറഞ്ഞു. പാർട്ടിക്ക് പുറത്തായ രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയില്ല എന്നാണ് നേതാക്കളുടെ പ്രതികരണം. രാഹുലിനെ കോൺഗ്രസ് ഇപ്പോഴും സംരക്ഷിക്കുന്നുവെന്ന് CPIM ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നത് മോശം സന്ദേശം നൽകുമെന്ന് നിയമസഭാ സ്പീക്കർ A.N. ഷംസീർ. നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി രാഹുലിന്റെ അറസ്റ്റ് പരിശോധിക്കുമെന്നും സ്പീക്കർ. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. എത്ര വലിയ ആളാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് CPIM. രാഹുലിന് കോൺഗ്രസ് സംരക്ഷണമുണ്ടെന്നും നേതാക്കൾ. കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുലുള്ളത്, അന്നും അതെ ഇന്നും അതെ. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണമായ മുഖത്തിന്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് MLA സ്ഥാനം രാജിവെക്കാതിരിക്കുമോ? ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്, അതാണ് ഞങ്ങൾ പറയുന്നത്. രാഹുലിനെതിരെ പരാതി ലഭിക്കും മുൻപ് തന്നെ പാർട്ടി നടപടിയെടുത്തെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പാർട്ടിക്ക് പുറത്തായ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനാകില്ലെന്നും നേതാക്കൾ. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അറസ്റ്റിന് സർക്കാർ നിർബന്ധിതമായെന്ന് BJP. കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവത്തിൽ ബന്ധമുണ്ടെന്നും ആരോപണം. വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നേട്ടമായി ഞാൻ കാണുന്നില്ല. അറസ്റ്റിലൂടെ സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷയുണ്ടെന്ന് വ്യക്തമാകുന്നുവെന്നായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.